ഇനി നമ്മൾ മധ്യകേരളത്തിലേക്ക് പോവുകയാണ്. മധ്യകേരളത്തിൽ ചില സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പോയതിന് പുറമെ വിമതരുടെ സാന്നിധ്യവും UDF കനത്ത വെല്ലുവിളിയാണ്. കൊച്ചി കോർപ്പറേഷനിൽ മാത്രം UDF 13 വിമതരാണുള്ളത്. BJP 2, LDF 1 വിമതനുമുണ്ട്. 100% വിജയപ്രതീക്ഷയുണ്ട്. പിന്നെ പാർട്ടി ബാക്കി 4 പേർക്ക് ജനറൽ സീറ്റ് മത്സരിക്കാനുള്ള അവസരം കൊടുത്തു. എന്തുകൊണ്ട് എന്നെ മാത്രം അവോയ്ഡ് ചെയ്യുന്നുള്ള കാര്യം അത് പാർട്ടി തന്നെയാണ് പറയേണ്ടത്. അതിന് മറുപടി പറയേണ്ടത് ഞാനല്ലല്ലോ, അതിന് മറുപടി പറയേണ്ടത്. രാത്രി 10:30 വരെ ഞാൻ അറിഞ്ഞത് എനിക്ക് ആ സീറ്റുള്ളത് ഗിരിനഗറിൽ. കാരണം അത് പറയാനുള്ള കാരണം കൂടി, കാരണം ഇതൊരു ജനവികാരമായിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻകാരും കുടുംബശ്രീക്കാരും നല്ല റെപ്രസെൻറ്റേഷൻ പാർട്ടീനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ബേസായിട്ട് രാത്രി 10:30 ആയപ്പോൾ എന്നോട് പറഞ്ഞു മാലിക്ക് തന്നെ സീറ്റ്. പക്ഷേ രാവിലെ വെളുപ്പിന് 5 മണി ആയപ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു, ഇതിലെന്തോ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു 11 മണി ആയപ്പോഴത്തേക്ക് ആൾ മാറി. അത് മാത്രം എനിക്കറിയാം എന്താണെന്നുള്ളത്. പാർട്ടി എന്നോട് ഒരു സമ്മർദ്ദം പാർട്ടി എനിക്ക് തന്നിട്ടില്ല. കാരണം പാർട്ടിക്ക് തന്നെ അറിയാം ജനവികാരം കൊണ്ട് മാത്രമാണ് ഞാൻ മത്സരിക്കുന്നതെന്നുള്ള കാര്യം. പാർട്ടിക്ക് വളരെ സ്പഷ്ടമായിട്ട് തന്നെ പാർട്ടിക്ക് അറിയാം എന്തുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത് കാര്യം. ഒരു സമ്മർദ്ദമോ കാര്യമോ ഒന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായിട്ടില്ല. മുഹ്സിന അസുവാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. മുഹ്സിന, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സ്വന്തം ജില്ലയാണ് എറണാകുളം. അവിടുത്തെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് UDF അല്പം മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ്. പക്ഷേ അവിടെ 13 വിമതരാണ് മത്സരിക്കുന്നത്. ഈ വിമതരെ ഒതുക്കാൻ പോലും കഴിയാതെ എങ്ങനെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുക? നൗഫൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജില്ല എന്നതിലുപരി പ്രത്യേകിച്ച് കോർപ്പറേഷൻ തിരികെ പിടിക്കാൻ പ്രതിപക്ഷ നേതാവ് മുന്നിട്ടിറങ്ങി തന്നെയാണ്. നേരത്തെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ അതിനുള്ളൊരു പരിശ്രമമൊക്കെ തന്നെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ആരംഭിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ UDF അല്ലെങ്കിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് 13 വിമത സ്ഥാനാർത്ഥികൾ കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ അത് എങ്ങനെയാണ് UDF തിരിച്ചടിയാവുക എന്നുള്ള കാര്യം തന്നെയാണ്. അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. നമ്മൾ അല്പസമയം മുൻപ് കേട്ട പ്രതികരണം മാലിനി കുറുപ്പിൻ്റെതാണ്. അതായത് കൊച്ചിൻ കോർപ്പറേഷനിലെ ഗിരിനഗർ ഡിവിഷനിലെ സിറ്റിംഗ് കൌൺസിൽ കൂടിയാണ് മാലിനി കുറുപ്പ്. ഒരിടക്ക് ഈ ഇലക്ഷനൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ മേയർ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും പേര് കേട്ട ഒരു ആളാണ് മാലിനി കുറുപ്പ്. അങ്ങനെയിരിക്കെ ഒരുപാട് വിജയ സാധ്യതയുള്ള മാലിനി കുറുപ്പിനെ തഴഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി മാർട്ടിനെ അവിടെ പാർട്ടി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ സമയത്ത് തന്നെ വലിയ രീതിയിലൊരു പൊട്ടിത്തെറി പാർട്ടിയിൽ ഉണ്ടാവുകയും ചിലർ പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ രാജിവെക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. മാലിനി അംഗത്വം രാജിവെച്ചില്ല എങ്കിൽ പോലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ സ്വന്തം ഡിവിഷനിൽ മത്സരിക്കുന്നത്. വലിയ രീതിയിൽ വിജയപ്രതീക്ഷ തന്നെയാണ് മാലിനിക്ക് ഉള്ളത്. അതുപോലെ തന്നെ മറ്റ് 1-2 കൌൺസിലേഴ്സും ഇത് നിലവിൽ ഈ കോൺഗ്രസിനെതിരെ, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബാസ്റ്റിൻ ബാബു, അതുപോലെ തന്നെ മറ്റൊരു കൌൺസിലർ, അതേപോലെ തന്നെ മുൻപ് ഡെപ്യൂട്ടി മേയറായിരുന്ന ആൾ, അങ്ങനെ 4 പ്രമുഖ വ്യക്തികൾ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരരംഗത്തുണ്ട് എന്നുള്ളത് UDF സംബന്ധിച്ച് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തും. അതുപോലെ തന്നെ ലീഗ് വിമതന്മാരാണ് മറ്റ് ഇടങ്ങളിൽ കൂടുതൽ ഉള്ളത്. അങ്ങനെ ആകെ കണക്കുകൂട്ടുമ്പോൾ ഏകദേശം 13ഓളം വിമത സ്ഥാനാർത്ഥികളാണ് കൊച്ചിൻ കോർപ്പറേഷൻ UDF മാത്രം ഉള്ളത് എന്നുള്ളതാണ്. LDF സംബന്ധിച്ച് ആശ്വസിക്കാം. ഇത്തവണ അത്തരത്തിലുള്ള വിമത സ്ഥാനാർത്ഥികളൊന്നും തന്നെ കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് NDA ആണ്. NDAക്ക് 5 സീറ്റ് നിലവിൽ ഉണ്ട്. പക്ഷേ കൂടുതൽ വിജയ പ്രതീക്ഷയുള്ള പശ്ചിമ കൊച്ചിയിൽ, പ്രത്യേകിച്ച് മട്ടാഞ്ചേരി ചെറുളായി ഭാഗത്തൊക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു BJP നേതാവ് തന്നെ, വനിതാ സ്ഥാനാർത്ഥി തന്നെയാണ് വിമതയായി മത്സരരംഗത്തുള്ളത് എന്നതും NDAയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. മറ്റ് മധ്യകേരളം പരിശോധിക്കുകയാണെങ്കിൽ ഈ മധ്യകേരളത്തിലെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ തന്നെ മറ്റിടങ്ങളിൽ UDF പ്രധാനമായും ആലങ്ങാട്, അതുപോലെ തന്നെ കടമക്കുടി, ഇവിടെ 2 ഇടങ്ങളിലാണ് സ്ഥാനാർത്ഥി പത്രിക തള്ളിയൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവിടെ കടമക്കുടിയിൽ LC ജോർജ് എന്താണെങ്കിലും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. LCയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് UDF നേതാക്കൾക്കുള്ളത്. അകാരണമായാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയത് എന്നടക്കമുള്ള കാരണങ്ങളാണ് LC ഉന്നയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് എന്ത് വരുമെന്നുള്ളത് കാത്തിരിക്കുകയാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അതുപോലെ മറ്റിടങ്ങളിൽ CPM CPI തർക്കമുള്ള ഇടങ്ങളിലാണ് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ LDF വിമത ഭീഷണി ഉയർത്തുന്നത് എന്നത് ഒഴിച്ചു നിർത്തിയാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. കൂടുതലും ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDF ഏറ്റവും കൂടുതൽ വിമത ശല്യം ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റ് മധ്യകേരളം പരിശോധിക്കുകയാണെങ്കിൽ തൃശൂർ കോർപ്പറേഷനിലാണ് LDF 4 വിമതർ
സ്ഥാനാർത്ഥികളാണുള്ളത്. ഇടുക്കി അടിമാലി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ആലപ്പുഴ പുന്നപ്ര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും വിമതരാണ് അവിടെ UDFന് വെല്ലുവിളി ഉയർത്തുന്നത്. ആലപ്പുഴ, കോട്ടയം, കട്ടപ്പന നഗരസഭകളിലും വിമത സാന്നിധ്യം UDFന് തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. ആലപ്പുഴ രാമങ്കരിയിൽ LDF ഇട്ട CPI 6 വാർഡിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടുക്കി കുമളി പഞ്ചായത്തിലും LDF വിമതനായി CPI സ്ഥാനാർത്ഥിയുണ്ട്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റിടങ്ങളിൽ CPI CPM വിഭാഗീയതയാണ് ഇത്തരത്തിൽ LDFന് വിമത ഭീഷണി ഉയർത്തുന്ന ഒരു ഘടകം. അങ്ങനെ മറ്റു കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ കൂടുതലും UDFനാണ് UDFനാണ് പതിവ് പോലെ UDFനാണ് മധ്യ കേരളത്തിലും വിമതശല്യം കൂടുതലായുള്ളത്. പല സ്ഥലങ്ങളിലും CPM CPI തർക്കവും നിലവിലുണ്ട്. മുഹ്സിൻ ആസുവാണ് വിവരങ്ങൾ നൽകിയത്.